ഇത്ര ആത്മാർത്ഥമുള്ള അണികളും നേതാക്കളും ഉള്ള കോൺഗ്രസിന് വേറെ രാഷ്ട്രീയ എതിരാളികളുടെ വല്ല ആവശ്യമുണ്ടോ സഖാക്കളെ? ബൈ ദ വൈ, അടുത്ത പണി ഏത് ഗ്രൂപ്പിന്റെയാണ് ഏത് കുട്ടികളുടെയാണെന്ന് പറയാൻ പറ്റൂല. രമേശ് ചെന്നിത്തല തൂഫാൻ എന്ന പേരുവിട്ട് തൂമ്പയെടുത്ത് കേരളം മൊത്തം ഇപ്പൊ അങ്ങ് ലഹരി മുക്തമാക്കി കളയാന്ന് പറഞ്ഞ് നടന്നപ്പം കോൺഗ്രസിനകത്തുള്ളവന്മാർ തന്നെ 5 ജില്ലകളിലെ ഹോൾസെയിലായിട്ട് MDMA കച്ചവടം. മന്ത്രിമാരുടെ ഓഫീസ്, നിയമസഭയില്, അവിടെ അടുക്കളയില്, അടുപ്പിനകത്ത്, എവിടെയെല്ലാം കൈപിടിച്ച് കേറ്റാൻ, മുത്താൻ, തടവാൻ, കോർഡിനേറ്റർ, മറ്റത് മറിച്ചത്. ഇവിടെ നമ്മൾ വല്ല പറഞ്ഞാൽ പറയും CPM-മാർക്ക് കഞ്ചാവ് കിട്ടില്ല, MDMA കിട്ടില്ല, അതുകൊണ്ടാണ് കോരം പറയണേന്ന്. തൂഫാൻ മിക്കവാറും ഇതോടുകൂടി അങ്ങ് നിർത്തും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച പോലീസുകാരെ സ്ഥലം മാറ്റിയും പണിപോവൊക്കെ ചെയ്തായിരുന്നു. നാണക്കേടാണ്, മൊത്തത്തിൽ നാണക്കേടാണ്. കേരളത്തിൽ എത്രയോ MDMA കച്ചവടക്കാരെ പിടിക്കുന്നുണ്ട്, ദിനം പ്രതി പിടിക്കുന്നുണ്ട്. പക്ഷെ അവരാരും ഇത്രയും നാറിയിട്ടില്ല. സതീശൻ ആരെല്ലാം താങ്ങിയിട്ടുണ്ട് അവരെല്ലാം നാറിയിട്ടുമുണ്ട്. ഇനി താങ്കളൊരു നാണയം ചെയ്യും. യൗമാര് ഈ കേരളം മൊത്തവും നാറി. ഇനി ആരും പറഞ്ഞുകൊണ്ട് വന്നളയല്ലേ ഹോൾസെയിൽ ഡീലർമാര് CPM-മാരാണ്, അല്ലെങ്കിൽ DYFI-കാരാണ്, SFI-കാരാണെന്ന് പറഞ്ഞളയല്ലേ. കേട്ടാ, നമുക്ക് ഈ കച്ചവടത്തിലേ പങ്കില്ല. നിങ്ങൾ ഈ കച്ചവടം നടത്ത എന്തെങ്കിലും ചെയ്യുക, അതെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യും. ബാക്കിയെല്ലാം സ്വാഹയാണ്.